ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കണക്കിടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏത് പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയില ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നാം കല്ലിനെയോ മണ്ണിനെയോ ആരാധിക്കുന്ന പിന്നെയോ ജീവനുള്ള ദൈവത്തെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, കഷ്ടങ്ങൾ വരാം. പക്ഷേ ഇതിൻ്റെ മധ്യത്തിലൊക്കെ നമ്മെ നടത്തുന്ന തീച്ചുളിയുടെ അനുഭവത്തിൽ നമ്മളെ കടത്തിവിട്ടാലും അതിൻ്റെ മധ്യത്തിൽ നമ്മെ അതിൽ നിന്ന് വിടുവിക്കാൻ സ്വർഗത്തിലും വിശ്വസ്ത ദൈവമാ. ഹല്ലേലൂയ. അത് കാരണം നമുക്ക് പാട്ടുകാരൻ പാടി നമുക്കൊന്ന് പാടാൻ സാധിക്കുമോ? ജീവിത പാതയിൽ ഇരുളാം, പാദങ്ങൾ അപ്പോൾ തുഴയാം. ആര് കൂടിയുണ്ട്? സർവശക്തനായ യേശു നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് പാട്ടുകാരൻ പാടിയതുപോലെ ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം. പാദങ്ങളപ്പോൾ തുഴയാം, അരുതേ പതരരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം. പാദങ്ങളപ്പോൾ തുഴയാം, അരുതേ പതരരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ബന്ധങ്ങളഴിയാം, ജീവിതവേദികളുലയാം. ജീവിത ബന്ധങ്ങളഴിയാം, ജീവിതവേദികളുലയാം. ഉള്ളം നീറിപ്പിഴയാം, അരുതേ ഭയമരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം. പാദങ്ങളപ്പോൾ തുഴയാം, അരുതേ പതരരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. പ്രിയമുള്ളവരെ, അല്ലെന്ന് ശ്രദ്ധിച്ച്, ശക്തനാകും ദൈവമൊന്നും താങ്ങായി കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലാണ് ഓരോ ദിവസവും നാം വഴി നടത്തുന്നത്. അത് കാരണം ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആരെ മുറുകെ പിടിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ജീവിത അടുത്ത ലൈനിൽ ഇങ്ങനെ പാടുന്നു: ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം, നിരാശ ഉള്ളിൽ തെളിയാം, അരുതേ കരയരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നാം വചനത്തിൽ വായിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം. ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം. നിരാശ ഉള്ളിൽ തെളിയാം, അരുതേ കരയരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും.
ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ആരാണ് ശക്തനായി കൂടെ വരാനുള്ളത്? ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം. ആമേൻ. അത് കാരണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലതിനെയും കുറിച്ച് വിചാരപ്പെടാനല്ല എന്നെയും നിങ്ങളെയും വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നോക്കുന്നവരെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ആമീൻ. നമുക്ക് ഒരു പാട്ടും കൂടെ പാടാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയാണപ്പാ. നമുക്ക് പറയാനായിട്ട് സാധിക്കും, അപ്പാ നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ പ്രാണനാഥനാണപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമീൻ, സ്തോത്രം. നമുക്ക് ആ പാട്ടിൻ്റെ ഈരടിൽ കൂടി ഒന്ന് പാടാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, ആമീൻ, സ്തോത്രം. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. അപ്പാ ഹല്ലേലൂയ, സ്തോത്രം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, ശ്രവിച്ചിടും ഞാൻ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ എനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ഒന്ന് പറഞ്ഞേ, അപ്പാ നീ എൻ്റെ സങ്കേതമാണപ്പാ, നീ എൻ്റെ കോട്ടയാണപ്പാ, നീ എൻ്റെ പ്രാണനാഥനാണപ്പാ. ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം,
സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടിയനിതാ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിരാശ മാറ്റുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കണം. വിശ്വാസം എന്നാൽ എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ്. നമ്മൾ കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ, പക്ഷേ നമ്മൾ ഒരു പൊട്ടനെ പോലെ പോഷനെ പോലെ ഞാൻ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ഏത് രോഗമാവട്ടെ, ഏത് ഭാരമാവട്ടെ, ഏത് പ്രയാസമാവട്ടെ, കുടുംബജീവിതത്തിൽ വിള്ളലുകളാവട്ടെ, എന്തിൻ്റെയും ഹല്ലേലൂയ ഉത്തരം സ്വർഗത്തിൽ നമുക്ക് നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷമുണ്ട്. എൻ്റെ സഹോദരനും എൻ്റെ മമ്മിയോടൊത്ത് ഈ മീറ്റിങ്ങിലായിരിക്കുവാൻ സ്വർഗത്തിൽ ഒരുക്കി തന്ന വലിയ അവസരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ നന്ദി കരയറ്റുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് എബി എന്നാണ്. ആമേൻ. സ്തോത്രം. US ദേശങ്ങളിലായിരിക്കുന്നു. പ്രൈസ് ജോലിയും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വേലയും കിട്ടുന്ന സമയങ്ങളൊക്കെ ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ആമേൻ സ്തോത്രം ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ 3 സഹോദരന്മാരാണ്. ഞാനും എനിക്ക് ചേട്ടനുണ്ട്. ചേട്ടനാണ് എൽദോസ് പോള്. ആമേൻ. അനിയൻ ലിയോസ്. പുള്ളിയും US ദേശങ്ങളിലായിരിക്കുന്നു. 3 പേർക്കും ജോലിയും അതിൻ്റെ മധ്യത്തിൽ സുവിശേഷ വേലയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അല്പസമയം ഇനി മമ്മിയുടെ സാക്ഷ്യം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം മമ്മിയിൽ നിന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാട്ടും കൂടെ പാടാം. അതിനുശേഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എൻ്റെ സാക്ഷ്യം കൂടെ ചേർത്ത് സ്തോത്രം നമുക്ക് ശ്രവിക്കാം. സ്തോത്രം. ഞാൻ മമ്മിയെ വിളിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം തിരുവചനത്തിൽ വായിക്കാം. വെളിപ്പാട് 7-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. രക്ഷ എന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം പറയുവാൻ അടിയനെ ബലപ്പെടുത്തട്ടെ. കേട്ടിരിക്കുന്ന യേശു അപ്പച്ചൻ്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ആമീൻ. ഇവിടെ വായിച്ചത് രക്ഷ എന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഇനി അല്പസമയം ദൈവമക്കളോട് എൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യാക്കോബായ സഭയിലായിരുന്നു. മൂത്ത മകനാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. യേശു അപ്പച്ചൻ്റെ കൃപയാൽ ഇത്രത്തോളം യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു. സങ്കീർത്തനം 18:6 പറയുന്നുണ്ട്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ യേശു അപ്പച്ചൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന എൻ്റെ യേശു അപ്പച്ചൻ്റെ ചെവിയിലെത്തി. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും മറ്റും എല്ലാം സ്വർഗത്തിലെ യേശു അപ്പച്ചൻ തന്നു. അമേരിക്കയിൽ സ്ഥിരം താമസിക്കണമെങ്കിൽ എല്ലാവരും ഒരു പരീക്ഷ പാസ്സാകണം. അങ്ങനെ ഞാൻ 100 ചോദ്യങ്ങളുള്ള പുസ്തകം വാങ്ങിച്ച് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്. എൻ്റെ മോൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് പഠിച്ച് 2 മാസം കഴിയുമ്പോൾ വന്ന് പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മലയാളത്തിൽ പഠിച്ചതെല്ലാം എൻ്റെ മക്കൾ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ കൂടുതലായി എൻ്റെ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം അപ്പച്ച എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞാൻ പിന്നെ പരീക്ഷയ്ക്കുള്ളത് യേശു അപ്പച്ചൻ ഞാൻ എഴുതി. പിന്നെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. എനിക്കൊരു ചെറിയ ജോലിയും കിട്ടി. മൂത്ത മോൻ കുടുംബമായി കാനഡയിൽ താമസിക്കുന്നു. അവിടെ ഒരു സഭയുമുണ്ട്. രണ്ടാമത്തെ മോൻ അമേരിക്കയിലാണ്, കുടുംബമായി താമസിക്കുന്നു. ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഇളയ മോൻ അമേരിക്കയിലാണ്,
സ്വർഗത്തിലെ യേശു അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ മഹത്വവും യേശു അപ്പച്ചന് തരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് പോയി നോക്കാം എന്ന് എൻ്റെ മകനോട് പറഞ്ഞു. ഞാൻ പരീക്ഷയ്ക്ക് റെഡിയാണോ എന്ന് എന്നോട് അവർ ചോദിച്ചു. അവർ ഇംഗ്ലീഷ് ചോദിക്കുന്നത് വേഗത്തിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 1, 2, 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ചോദിച്ചു, യു ഡ്രിങ്ക് എന്ന് എന്നോട് ചോദിച്ചു. കൂട്ടുകാരി എന്നോട് പറഞ്ഞായിരുന്നു, എന്ത് ചോദിച്ചാലും യെസ് എന്ന് പറയണം. ഞാൻ പരീക്ഷയിൽ പാസ്സാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ എന്നോട് ചോദിച്ചു, യു ഡ്രിങ്ക്? യെസ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവർ ചോദിച്ചു, യു സ്മോക്ക് എന്ന്. അപ്പോൾ തന്നെ ഞാൻ ചാടി യെസ് എന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, യു ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തോറ്റുപോയി. എങ്കിലും 2 മാസമുണ്ടല്ലോ, മലയാളത്തിൽ പഠിച്ച എല്ലാം ഇംഗ്ലീഷിൽ പഠിച്ച് അങ്ങനെയാണ് ഞാൻ പാസ്സായത്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 ആൺമക്കൾ തന്നു. 3 പേരും ഇവിടെയാണ്. ദൈവകൃപയിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷമായിരിക്കാനും എൻ്റെ യേശു അപ്പച്ചന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ഇവിടെയുള്ള എൻ്റെ ദൈവമക്കളോട് പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ചെറിയ സാക്ഷി. ഇനി നമുക്ക് വചനത്തിലേക്ക് പോകാം. ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. പിന്നെയോ ആദിയിൽ നിന്ന് ഹൗവയെ ഉണ്ടാക്കി അവർക്ക് താമസിക്കുവാൻ ഏദോം തോട്ടം കൊടുത്തു. പിന്നെയോ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവമക്കളെ, പഴയ പാമ്പായ സാത്താൻ ഹൗവയെ ചതിച്ചു. നമ്മുടെ യേശു അപ്പച്ചൻ കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം ആദാമും ഹൗവായും കഴിച്ചു. പിന്നെയോ അവർ പാപം ചെയ്തു. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. പിന്നീട് വന്നവരിൽ നീതിമാർ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. പിന്നെയോ മോശയുടെ കാലത്ത് എൻ്റെ യേശു അപ്പച്ചൻ ഒരു പ്രമാണമുണ്ടാക്കി. പാപത്തെ മറിക്കാൻ യാഗരക്തവും കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പാപവും യാഗവും ഒരുപോലെ പെരുകി. അപ്പോഴാണ് ദൈവപുത്രൻ മനുഷ്യർക്കു വേണ്ടി യാഗമാകുവാൻ തയ്യാറായി. ഏക യാഗത്താൽ സകല മനുഷ്യർക്കും ഉള്ള പാപമോചനം. നമ്മുടെ ദൈവപുത്രൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യപുത്രനായി ജന്മമെടുത്തു. ഹാലേലുയ ഹാലേലുയ. പിന്നെയോ എൻ്റെ യേശു അപ്പച്ചന്റെ നാമത്തിൽ ആണ് രക്ഷ കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. പിന്നെയോ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത്. പിന്നെയോ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം തിരുവചനം നോക്കാം. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണല്ലോ. അതുകൊണ്ട് ആ രക്ഷകനിലൂടെ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഹാലേലുയ ഹാലേലുയ. അതാണ് തിരുവചനത്തിൽ പറയുന്നത്. റോമർ 10-ന്റെ 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. പിന്നെയോ രക്ഷിക്കപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സ്തോത്രം സ്തോത്രം അപ്പച്ചാ സ്തോത്രം. റോമർ 10-ന്റെ 9-ാം തിരുവചനത്തിൽ അതിനുള്ള ഉത്തരം കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പിന്നെയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 30-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവിടെ ഒരു കാരാഗ്രഹി പ്രമാണിയെ കാണുവാൻ കഴിയും. അവിടെ അദ്ദേഹം പൗലോസിനോട് ചോദിക്കുന്ന ചോദ്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. പിന്നെയോ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം, യേശു അപ്പച്ചനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അപ്പച്ചൻ അധികാരം കൊടുത്തു. എൻ്റെ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 34-ാം തിരുവചനം നമുക്ക് നോക്കാം.
ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടക്കം ആനന്ദിച്ചു എന്നതാണ്. പിന്നെയോ അങ്ങനെയെങ്കിൽ രക്ഷ എന്നത് ഒരാനന്ദത്തിന്റെ അനുഭവം കൂടിയാണ്. ആകയാൽ ആ രക്ഷയുടെ ആനന്ദത്തിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും യേശു അപ്പച്ചൻ വിളിച്ചിരിക്കുന്നത്. ഈ ആനന്ദം എല്ലാവരും അനുഭവിക്കണമെന്ന് നമ്മുടെ യേശു അപ്പച്ചൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് അധ്വാനിക്കാം ദൈവമക്കളെ. നമുക്ക് യേശു അപ്പച്ചനുമായുള്ള ബന്ധം നമ്മുടെ പാപനിമിത്തം നഷ്ടമാകുന്നു. അതുവഴി നിരന്തരം യേശു അപ്പച്ചനുമായി ഉള്ള ബന്ധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടാക്കുവാനാണ് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചെറുപ്പത്തിൽ നടക്കുവാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ പലരും പല പ്രാവശ്യം വീണു പോയിട്ടില്ലേ ദൈവമക്കളെ? പിന്നെയോ എന്നാലും ഒരുപാട് നേരം വീണ് കിടന്നിട്ടില്ലല്ലോ മക്കളെ. ആരെങ്കിലും കൈ നീട്ടിയിട്ടുണ്ട്. പിന്നെയോ എന്നതുപോലെയാണ് നമ്മുടെ യേശു അപ്പച്ചനോട് കൂടെ നടക്കുവാൻ പഠിക്കണം. നമ്മൾ വീഴുമ്പോൾ പ്രാർത്ഥനയിലൂടെ യേശു അപ്പച്ചന്റെ ബലമുള്ള ആ കൈയിലേക്ക് പിടിക്കണം. സങ്കീർത്തനം 91 അവസാന ഭാഗത്ത് രക്ഷയെ കാണിച്ചു തരും എന്ന്, രക്ഷ നൽകുവാനായി പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവ് അവനോട് കൂടി ഇരിക്കുന്നു. പിന്നെയോ എന്നാൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ ആ പരിശുദ്ധ ആത്മാവ് അവനെ നിറച്ച് അവനിൽ വസിക്കുന്നു. അവന്റെ ഹൃദയവും ആത്മാവും ജീവനും എല്ലാം നിറഞ്ഞു കവിയുന്നു. പിന്നെയോ ഇതിനു മുമ്പ് അവന്റെ ഹൃദയത്തിൽ ലോക സ്നേഹ ബന്ധങ്ങൾ, മറ്റു പാപങ്ങൾ എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ പാപ സ്വഭാവങ്ങൾ എല്ലാം മാറിപ്പോകുന്നു ദൈവമക്കളെ. സ്വർഗീയ സ്നേഹത്താൽ നമ്മളെ ഓരോരുത്തരെയും യേശു അപ്പച്ചൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മാവോട് കൂടെ നമ്മുടെ ആത്മാവും ചേർന്ന് യേശു അപ്പച്ചന്റെ മാറിൽ തല ചായ്ച്ച് യേശു അപ്പച്ചനെ സ്തുതിക്കുമ്പോൾ സ്വർഗീയ കുടുംബമായി മാറുന്നു ദൈവമക്കളെ. എൻ്റെ യേശു അപ്പച്ചൻ നമുക്ക് എല്ലാവർക്കും നൽകി തന്നതായ എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ദൈവമക്കളെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മമ്മി പറഞ്ഞത്, മമ്മി ക്യാമറയുടെ മുമ്പിൽ മമ്മിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് മമ്മി മൈക്ക് ഓൺ ആക്കി, ക്യാമറ ഓഫ് ചെയ്ത് മമ്മി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മമ്മി പറഞ്ഞത് മമ്മിക്ക് പഴയ 10ാം ക്ലാസ്സാണ്, ഇംഗ്ലീഷിൻ്റെ ABCD അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനും മമ്മിയും കൂടെയാണ് സിറ്റിസൺഷിപ്പിന് ഇൻ്റർവ്യൂവിന് പോണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഓർത്ത് മമ്മിക്ക് ഇത്രയും പ്രായമായിരുന്നു, ഇനിയിപ്പോൾ ഇത് മലയാളത്തിൽ ചോദിക്കുന്ന ഓർത്ത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് മനസ്സിലായി, സ്വത്ര ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ, ഒന്നും അറിയത്തില്ല മമ്മിക്ക്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തിരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം മമ്മി പഠിച്ചിട്ട് രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് അത് കിട്ടി. എൻ്റെ ചാച്ചനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ചാച്ചൻ 100% ഓർത്ത് മമ്മിക്ക് കിട്ടില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. മമ്മിക്ക് കിട്ടില്ല എന്ന് ഓർത്തു. അപ്പം ഞാൻ ചാച്ചനോട് വിളിച്ചിട്ട് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, ചാച്ച കിട്ടില്ല കേട്ടോ. അപ്പം തന്നെ ചാച്ചൻ ചാടി എന്നോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു കിട്ടില്ല എന്ന് ചാച്ചൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കിട്ടിയിട്ട് ചാച്ച എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുന്നവർക്ക് നമ്മുടെ ദൈവം രാത്രിയിൽ നമ്മളിങ്ങനെ ഒരു വചനത്തിൽ ഇങ്ങനെ ഒരു വേടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടപ്പെടേണ്ടെന്നല്ല, ക്രിസ്തീയത്തിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടുക തന്നെ. പക്ഷേ ഹല്ലേലൂയ, കഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വേലയ്ക്കും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും അനേകരോട് നല്ല സുവിശേഷം പറയാനൊക്കെ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതൊന്നും വ്യർത്ഥമാകത്തില്ല. ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് 2013 ഡിസംബർ 2013 ഡിസംബർ 12 പ്രൈസ് ദി ലോർഡ് ഞാൻ US മണ്ണിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ, എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു, US ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ പുതിയ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സായിരുന്നു, കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമറായിട്ടായിരുന്നു നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കത്തിൽ പറയുന്നു. എനിക്ക് 2 വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പാട്ടും പാടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നിർത്താൻ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ഞാനതിന് ഇത്തിരി ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്തെങ്കിലും പുതിയ കോഴ്സൊക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, എനിക്ക് എല്ലാ സാറ്റർഡേയും സൺഡേയും അവധിയായിരുന്നു. സാറ്റർഡേ സൺഡേ ഒക്കെ കോതമംഗലത്തിലൊരു ദൈവത്തിൻ്റെ ദാസൻ ബ്രദർ സാബു തട്ടേക്കാടുന്ന സാബു ബ്രദറിൻ്റെ കൂടെ, എൻ്റെ കസിനും കൂടെയാണ്, പുള്ളിയുടെ കൂടെ ഞാൻ ട്രാക്റ്റ് കൊടുക്കാനും ഒക്കെ പോയിക്കൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഞാൻ ചേട്ടായോട് പറയും, ചേട്ടായി ഞാൻ ചേട്ടായുടെ കൂടെ വരാട്ടോ. എനിക്ക് എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ട്രാക്റ്റ് കൊടുക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാൻ എന്താ കൊടുക്കാൻ കാരണം അറിയാം പ്രിയമുള്ളവരെ? ഞാനും എൻ്റെ സഹോദരനും ഇന്നേക്ക് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൈസ് ദി ലോർഡ്
ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ അങ്കമാലിയിൽ ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ആ സഹോദരൻ ആത്മഹത്യയുടെ വക്കിലിരിക്കുമായിരുന്നു. ആ സമയത്താണ് യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമെന്ന് സ്വത്രം പറഞ്ഞത്. അതിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഇടവന്നു. ഞാൻ ഓർത്തു, പ്രിയമുള്ളവർ, നമുക്കറിയാം പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ദാസൻ ഈ ദൈവത്തെ അറിയാൻ ഹിന്ദുവായ ദൈവത്തിൻ്റെ ദാസൻ ഈ യേശുവിൻ്റെ സ്നേഹം അറിയാൻ ഇടവന്നത് ഒരു ട്രാക്റ്റിലൂടെയാണ്. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ ബ്രദർ ജിയോ നസ്രത്ത് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ദാസനം ഒരിക്കൽ പറഞ്ഞൊരു വേടുണ്ട്, ഇങ്ങനെ പറഞ്ഞു, ആ ദൈവത്തിൻ്റെ ദാസനം ഒരു ട്രാക്റ്റിലൂടെയാണ് പ്രൈസ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഇടവന്നത്. പ്രിയമുള്ളവരെ, അത് കാരണം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വേല ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് സ്തോത്രം, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരിക്കും, പാട്ടുപാടാൻ അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പറയാം, ഈ പ്രെയർ മീറ്റിംഗ് ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താട്ടെ. അവരും ഈ ദൈവത്തിൻ്റെ സ്നേഹവും തിരിച്ചറിയട്ടെ. വേദനയിലൂടെ പ്രയാസത്തിലൂടെ അനേകർ കടന്നിരിക്കാം. അവർക്കൊക്കെ ആശ്വാസമായിട്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു പഠിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഓർത്ത് പഠിക്കണമെന്ന് ഓർത്ത്, പക്ഷേ എല്ലാ സാറ്റർഡേയും സൺഡേയിലും ഞാനിങ്ങനെ മൂന്നാറിൽ ട്രൈബൽ ആദിവാസികളുടെ ഇടയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങൾ മലകളൊക്കെ കയറി അങ്ങനെ ട്രാക്റ്റ് കൊടുക്കാനും അവരോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. പ്രിയമുള്ളവർ, ഞാനിവിടെ വന്ന് 2013 വന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് ഒരു സങ്കടം വന്നപ്പോൾ ജോലി കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ജോലി കിട്ടിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ. അപ്പോൾ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞാലും വീണ്ടും ഞാൻ ഓർത്തു, അയ്യോ പഠിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലോർത്തു. നമ്മളെല്ലാം സംശയരോഗികളാലോ. പ്രൈസ് നമുക്ക് ദൈവം നൽകാമെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഇച്ചിരി മാറി കഴിയുമ്പോൾ എന്നാലും ദൈവമേ ഞാൻ ദൈവത്തിൻ്റെ വേലയൊക്കെ ചെയ്ത് എന്നിട്ട് ദൈവം തന്നില്ലോ എന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? പിറുപിറുക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഞാനും പിറുപിറുത്തു. പിറുപിറുത്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൈവത്തിൻ്റെ ദാസി എന്നോട് പറഞ്ഞു, ജോലി പല ഇൻ്റർവ്യൂവിനൊക്കെ പോയി. ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, ഞാൻ ഫുള്ള് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് അങ്ങനെ ജോലി കിട്ടാണെന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ജോലി കിട്ടിയില്ല ഇതുവരെ എന്നൊക്കെ ചോദിക്കും. വൈഫിനോടും ചോദിക്കും. പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വേർഡ് എന്നോട് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. എന്നോട് പറഞ്ഞു, എബിച്ചിന് എന്നാണോ പഠിച്ച് ജോലി കിട്ടണേ അന്ന് വരെ പുള്ളിക്കാരത്തി കുടുംബം പുലർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുള്ളിക്കാരത്തിൻ്റെ ആ വാക്ക് എന്നെ ഒത്തിരി ബലപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ഭർത്താവും ഭാര്യ നമ്മൾ ജീവിക്കുമ്പോഴൊക്കെ ഒരാൾക്കുടെ ഒരു വാക്കാണ് മറ്റുള്ളവരെ താങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ ഉപ്പിനെ പോലെ രുചികരമായിരിക്കട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബ്രദറെ, ഇല്ല സഹോദരി, നിന്നെ കൈവിടത്തില്ല. നിന്റെ രോഗത്തിന്മേൽ, നിന്റെ ഭാരത്തിന്മേൽ, നിന്റെ കഷ്ടത്തിന്മേൽ ദൈവം വിടുവിക്കും. ഈ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ഞാൻ ആ പാട്ടുകൊണ്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. എല്ലാവരും ചോദിച്ചു. എൻ്റെ ഭാര്യ പറഞ്ഞ വാക്കിൽ ഞാൻ പലപ്പോഴും കടയിലൊക്കെ പോയിട്ട് ഞാൻ ചെറിയ ജോലി ചെയ്യാമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പലയിടത്തൊക്കെ ഇട്ടു. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞ വേർഡ് ഞാൻ വീണ്ടും അതിനകത്ത് എൻ്റെ ഫാദർ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നീ കടയിലൊക്കെ പോ, അപ്പോൾ എൻ്റെ ഇംഗ്ലീഷൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നും കേൾക്കും. പിന്നെ ഞാൻ ഓർക്കും, വേണ്ട, ഞാൻ എന്നാലും കുറച്ച്. പക്ഷേ ആ സമയത്ത് 21 days ഫാസ്റ്റിംഗ് എടുക്കാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിൻ്റെ ദാസി എന്നോട് പറഞ്ഞു, എന്തായാലും ബ്രദർ ഒന്ന് ഉപവസിക്കുക. ഞാൻ പറഞ്ഞു, ആ ദൈവത്തിൻ്റെ ദാസി ഇങ്ങനെ പറഞ്ഞു, 21 days ഫാസ്റ്റിംഗ് എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു 21. അന്നൊക്കെ ഞാൻ 2 ദിവസത്തേക്കുള്ള ഉപവാസം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർക്ക് തെറ്റിപ്പോയതായിരിക്കും, 21 എന്നുള്ള 2 ആയിരിക്കും. പുള്ളിക്കാരത്തി പറഞ്ഞു, നോ 21 ആണെന്ന് പറഞ്ഞു. അങ്ങനെ 21 days ഫാസ്റ്റിംഗ് എടുക്കാൻ ഇടവന്നു. പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിലൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 21 days ഫാസ്റ്റിംഗ് എടുക്കാൻ തയ്യാറായി. ഫസ്റ്റ് ആഴ്ചയിൽ ഈ ജോലി എനിക്ക് വിളിച്ചു വന്നു. പ്രിയമുള്ളവരെ, എന്ത് ജോലിയാണെന്നറിയോ? ഞാൻ നാട്ടിൽ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ക്ലാസിക് ASP എന്നൊരു സാധനത്തിലാണ് നാട്ടിൽ ചെയ്തത്. പഴയ സാധനം. ഇവിടെ വന്ന ജോലി കിട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്താണോ അവിടെ ചെയ്തത്, എന്താണോ ഞാൻ പിറുപുറത്ത്, ആ കറക്റ്റ് ജോലിക്ക്, അതും US ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ജോലി എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? എനിക്ക് ജോലിയായിട്ട് വലിയ ഭാവം പറയാനായിട്ടല്ല പ്രിയമുള്ളവർ. പിന്നെയോ, ഈ ദൈവം വിശ്വസ്തന. ഒരുപക്ഷെ നിങ്ങളുടെ ഏത് ആവശ്യങ്ങളുടെ മേലാണെങ്കിലും സ്വർഗത്തിലും തക്ക സമയത്ത്, നമ്മൾ ഏലിയാവിനോട് ചോദിച്ച ഏലിയാവ് പറയും, കാക്കയെ അയക്കാൻ തക്ക സമയമുണ്ട്. പ്രിയമുള്ളവരെ, ഏത് കാര്യങ്ങൾക്കും തക്ക സമയത്തിന് ദൈവത്തിന് ഒരു രോഗം മാറാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് അത് മാറ്റും. മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, ഇതിനൊക്കെ തക്ക സമയത്തിന് സ്തോത്രം ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ജോലി കിട്ടുവാൻ സ്വർഗത്തിൽ എവിടെ വന്നു. നമുക്ക് ഒരു പാട്ട് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങളെ തട്ടി നന്ദി ചെല്ലാം. നമുക്ക് പറ്റുന്നവരൊക്കെ കരങ്ങളെ തട്ടി സാഹചര്യം അനുകൂലമെങ്കിൽ, ജോലി സ്ഥലത്തല്ല എങ്കിൽ നമുക്ക് കരങ്ങളെ തട്ടി ദൈവത്തെ പാടി ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്.
ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. നിന്നെ തകർക്കാൻ ശത്രുവിൻ കരം നിന്റെ മേലെ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ നിന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, നീ തളരുകയില്ല, ഇല്ല, ഇല്ല, നീ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും, ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെയും. കുഞ്ഞ് രോഗമായിരിക്കാം, ഭർത്താവിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ജോലി സാധ്യതകളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ തന്നെ. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അടുത്തൊരു സാക്ഷ്യം, ഞാൻ ജോലിയെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വേദനയിലൂടെ നടന്ന വേറൊരു അവസരമുണ്ട് പ്രിയമുള്ളവരെ. ഇന്നേക്ക് 1 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൈസ് ലോർഡ് എൻ്റെ സൗണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ട് പാടുന്നത്. ഞാൻ വലിയ പാട്ടുകാരനല്ല പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പക്ഷേ എങ്കിലും എനിക്ക് ദൈവത്തിന് വേണ്ടി പാട്ട് പാടുന്ന ഒത്തിരി ഇഷ്ടമാണ് പ്രൈസ് ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ഞാൻ 1 കൊല്ലക്കാലം നിങ്ങൾക്കറിയുന്നില്ല, പാസ്റ്റർ റോയി ഹെൻറി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ്റെ മീറ്റിങ്ങിൽ ഞാൻ മിക്കപ്പോഴും ഞാൻ പാട്ട് പാടുമായിരുന്നു പ്രൈസ് ലോർഡ്. പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ചെറുതായിട്ട് സൗണ്ടിൽ ചെറിയൊരു അടപ്പ് വന്നു പ്രൈസ് ലോർഡ്. അപ്പം ഞാൻ ഓർത്തു പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അത് കുഴപ്പമില്ലായിരിക്കും ഓർത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞ വിക്സ് പോലെയുള്ള മിഠായികൾ ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നു, ചൂടുവെള്ളമൊക്കെ കുടിച്ചു പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ അത് കുറയുകയല്ലാണ്ട് കൂടിക്കൂടി സൗണ്ട് ശരിക്കും നല്ല അടപ്പ് വന്നു. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഡോക്ടർ ഒന്ന് കാട്ടണം, ഇത് അത്ര നല്ലതെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. ഒരു ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയും, ദൈവമേ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ മൂക്കിലൂടെ ലാറിൻഡോസ്കോപ്പി എന്നാണ് പറഞ്ഞു, എൻ്റെ കറക്റ്റ് മെഡിക്കൽ ടൈം എനിക്കറിയില്ല. അങ്ങനെ മൂക്കിലൂടെ ക്യാമറ ഇട്ട് അവർ എൻ്റെ വോക്കൽ കോഡിൽ നോക്കാനിട വന്നു. വോക്കൽ കോഡിൽ നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ വോക്കൽ കോഡിൽ ഒരു പോളിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ മാറുമെന്ന് വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതിന് വോയിസ് തെറാപ്പി ചെയ്യണം, അത് കൂടാതെ നമുക്ക് ഇത് സർജറി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല, ഞാനിപ്പോൾ റെഡി, ഐ എം നോട്ട് റെഡി എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു പ്ലാൻ ബി എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, നമുക്ക് വോയിസ് തെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വോയിസ് തെറാപ്പി ആരംഭിച്ചു. ഞാനപ്പോൾ വോയിസ് തെറാപ്പി ചെയ്യുന്ന ആ സഹോദരിയോട് ചോദിച്ചു, ആമേൻ സ്തോത്രം, ഈ വോയിസ് തെറാപ്പി ചെയ്തിട്ട് ഇത് പൂർണ്ണമായി മാറുമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു, പൂർണ്ണമായി മാറാനായിട്ട് വഴി കുറവാണ്. ഇപ്പം അവർ പറഞ്ഞു സർജറി എന്ന, പിന്നെ അവർ പറഞ്ഞു ഇച്ചിരി ഈ ചെറിയ കുരു പോലെയുള്ള അത് ഇത്തിരിയോടെ ചെറുതായി കഴിഞ്ഞാൽ അവർക്ക് ലേസർ വെച്ച് ചെറുതായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അവരെന്നോട് മിക്കവാറും കുറയായിരിക്കും, അപ്പോൾ നമുക്ക് ലേസർ വെച്ച് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പൂർണ്ണമായിട്ട് അവർ ഇങ്ങനെയൊന്നും ചെയ്ത് മാറില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു ആർക്കെങ്കിലും ഇങ്ങനെ മാറിയതായിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവർ ഇങ്ങനെ വോയിസ് തെറാപ്പി ചെയ്തൊരു ആരും അങ്ങനെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്. എനിക്കറിയാം രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ. അനേകരുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. ആമേൻ സ്തോത്രം. എനിക്ക് കേട്ടപ്പോൾ ഇച്ചിരി ഭയം ഉള്ളിൽ തോന്നി, എങ്കിലും ഞാൻ വിശ്വാസം പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ. ഞാൻ അനേകരോട് പറയാനിട വന്നു, അനേകർ പ്രാർത്ഥിച്ചു. ആമീൻ ഹല്ലേലൂയ. രണ്ടാമതും പോയി സ്കാൻ ചെയ്തു. ആമീൻ ഒരു 3 മാസത്തിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ചുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് ലേസർ. ഞാൻ പറഞ്ഞു നോ, ലേസർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ വോയിസ് തെറാപ്പിയും അതിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം പോയിട്ട് ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ സൗണ്ടിന് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആ ലാറിൻഡോസ് ഇത് ചെയ്യേണ്ട, സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മൂക്കിക്കിടെയുള്ള ക്യാമറ ഇടുന്ന പരിപാടി ഇടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പോരാ, അതിട്ട് നോക്കണം. എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ മറ്റേ ഇവരെ പോലെയല്ല, നമുക്ക് വിശ്വാസമില്ല. പലപ്പോഴും നമ്മൾ വിശ്വാസി എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം കുറവാണ്. ഞാൻ പറഞ്ഞു പോരാ, ദൈവം സൗഖ്യമാക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് വീണ്ടും ആ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ മൂക്കിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഒന്നുമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. വീണ്ടും ഞാൻ എൻ്റെ പരിപാടി എന്ത് ചെയ്തു? ഞാൻ പാട്ട് വീണ്ടും ശക്തമായി പാടി. ഞാനിങ്ങനെ ഓർക്കുന്നു, ഈ പാട്ടൊക്കെ ഇത്തിരി ഹൈപ്പിച്ച് കൂടിയ പാട്ടാണ്. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഈ പാട്ടൊന്നും ഞാൻ പാടിയിട്ടില്ല. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഈ പാട്ട് എടുക്കാനുള്ള കാരണം. എനിക്കിത് പാടുന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സൗണ്ട് ദൈവം തുറന്നു തന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വേറൊരു കാര്യത്തോട് ചിന്തിക്കണം. നമ്മൾ ദൈവവേലയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പ്രതികൂലങ്ങൾ വരും. കാരണം ഈ ലോകം പിശാചിൻ്റെ ലോകമാണ്. ആമീൻ. എന്നോർത്ത് ദൈവവേല നടത്താനോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന സുവിശേഷപ്രവർത്തനം നടത്താനൊന്നും ആമീൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ആമീൻ സ്തോത്രം നമുക്കറിയാം പൗലോസും ശീലാസും ആമീൻ സ്തോത്രം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കയ്യിൽ ചങ്ങലയുണ്ട്. പ്രീസ് അതിൻ്റെ മധ്യത്തിലും അവർ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ആമീൻ. നാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ആമീൻ
ഹല്ലേലൂയ. അത് കാരണം ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2017 ഞങ്ങൾക്കൊരു ഭവനം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയത്. ഞാൻ അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവപ്പാ ഞങ്ങൾക്ക് താഴെ ഒരു ബേസ്മെൻറ്റിൽ ഒരു ബേസ്മെൻറ്റുള്ള താഴെ ഒരു നിലയുണ്ടെങ്കിൽ യേശുവപ്പ എനിക്ക് പ്രെയർ മീറ്റിംഗ് നടത്താലോ എന്നൊക്കെ എൻ്റെ ആഗ്രഹമുണ്ട് യേശുവപ്പ എന്ന് പറയുവാനും സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കൈകോർത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു ഭവനം സ്വർഗത്തിൽ ദൈവം തരുവാൻ ഇടവന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് പ്രെയർ മീറ്റിംഗ് നടത്തണം. അവളത് ഒരു ഇതും കൂടാതെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രെയർ മീറ്റിംഗ് ആരംഭിച്ചു. 2017 18 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പ്രെയർ മീറ്റിംഗ് ആരംഭിച്ച എല്ലാ മാസത്തിലെയും അവസാനത്തെ ശനിയാഴ്ച പ്രെയർ മീറ്റിംഗ് ഞങ്ങൾ നടത്തുവാൻ ഇടവന്നു. അതിനുശേഷമാണ് കോവിഡ് എന്ന മഹാവ്യാധി കയറുവാൻ ഇടവന്നു. അപ്പോൾ ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും 2022 21 കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങാൻ ആരംഭിച്ചു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, എബിച്ചൻ പ്രെയർ മീറ്റിംഗ് നടത്തണമെന്നും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് എനിക്ക് 3 മക്കളാണ്, മക്കളൊക്കെ ഉണ്ട്, ആരെങ്കിലും ഇന്ന് കോവിഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വരും, അപ്പോൾ അത് ചെയ്യണമെന്ന് വീണ്ടും ചോദിച്ചു. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചു, അപ്പാ എനിക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന ഒരു സ്കൂളിൽ, അവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂളിലെ ചേച്ചിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ചേച്ചി എനിക്ക് ഈ എനിക്ക് സ്കൂളില്ലാത്ത സമയത്ത് അവർക്ക് 2 സ്കൂൾ അടുത്തടുത്തുണ്ട്, എനിക്കിതൊന്ന് സുവിശേഷയോഗം നടത്താൻ, പ്രെയർ മീറ്റിംഗ് നടത്താൻ ഒന്ന് തരാമോ ചേച്ചിന്ന് ചോദിച്ചു. ചേച്ചി ഒരു മടിയും കൂടാതെ, മലയാളിയാണ്, ഒരു മടിയും കൂടാതെ പിറ്റേ ദിവസം ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ഒരു കീയും കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് എബി പിടിച്ചോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചേച്ചി ആ കീ തന്നു. ഞാൻ അന്ന് മുതൽ പ്രെയർ മീറ്റിംഗ് അവിടെ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രെയർ മീറ്റിംഗ് എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ചയാണ്. ഇത് ഈ മാസത്തെ അവസാനത്തെ ശനിയാഴ്ചയിൽ ഞങ്ങൾക്ക് വേറൊരു മീറ്റിംഗ് ഉള്ള കാരണം ഞാനത് മാറ്റി നാളെയാണ്, ഇവിടുത്തെ ശനിയാഴ്ച നാളെയാണ് ആ മീറ്റിംഗ്. നിങ്ങൾക്കറിയണം, എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു. ഞാനപ്പോൾ ഓർത്ത് ദൈവമേ ഇതെങ്ങനെ നടത്തും, പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു പാടരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രെയർ മീറ്റിംഗ് നിർത്താൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ പ്രസംഗിക്കും, ഞാൻ തന്നെ പാടും. അപ്പം അങ്ങനെ ഞാൻ പലപ്പോഴും എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ ഒന്ന് ഓർക്കുമായിരുന്നു. ഞാൻ സൗണ്ട് അടഞ്ഞ പാട്ടും സൗണ്ട് അടയാത്ത പാട്ടും ഞാനിങ്ങനെ ആലോചിക്കും. എൻ്റെ സൗണ്ട് ഫുൾ അടഞ്ഞു പോയായിരുന്നു. പക്ഷേ ഞാൻ എന്നോർത്ത് ആ സൗണ്ട് അടഞ്ഞിട്ടും അവിടെ പാടുവാനിട വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ, ഹല്ലേലൂയ, ദൈവം കാര്യങ്ങൾ നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. പ്രശ്നങ്ങളും ജീവിതത്തിൽ രോഗങ്ങളും ഭാരങ്ങളും ഈ ലോകത്തിലാണോ നാം ജീവിക്കുമ്പോൾ ഇതെല്ലാം വരും. ഇതൊന്നും മാറിയിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ ഓർക്കും, ഞാനും എൻ്റെ ചേട്ടൻ നടത്തുന്ന ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ഇതിന് ശേഷം ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയുമാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്താറ്. എന്നാൽ ഞായറാഴ്ചയുടെ മീറ്റിംഗ് ചേട്ടൻ അവിടെ ചർച്ച തുടങ്ങിയപ്പോൾ അത് നിർത്തി. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് ഞാൻ ഓർക്കേണ്ട, കോവിഡ് സമയത്തൊക്കെ ഓൾമോസ്റ്റ് 100 പേരുണ്ടായിരുന്നു മീറ്റിങ്ങിൽ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഇപ്പോൾ എനിക്ക് വേണേൽ 10 12 അല്ലെങ്കിൽ 8 9 10 അത്രയും പേർക്കേ ഉള്ളൂ. എന്താണെന്നറിയാം പ്രിയമുള്ളവരെ, അവരുടെ എല്ലാം ദൈവം അങ്ങനെ ഓടിച്ചിട്ട് അനുഗ്രഹിച്ചു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എപ്പോഴും ചെറിയൊരു വേദനയും പ്രയാസങ്ങളൊക്കെ തന്നെ എന്തിനാണെന്നറിയോ, ഈ ദൈവത്തെ വിട്ടുപോകാണ്ടിരിക്കാനാണ്. നമ്മളൊന്ന് ആലോചിച്ച്, നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല നൈസായിട്ട് ഓടുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും മറന്നു പോകും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അത് കാരണം സ്വർഗത്തിലെ ദൈവം സ്നേഹമുള്ളവനാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അത് കാരണം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 1 ഇങ്ങനെ നാം വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും നമ്മൾ യഹോവയുടെ സ്തോത്രം ഈ ന്യായപ്രമാണത്തിരിക്കുന്ന കാര്യങ്ങൾ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. അപ്പം ദൈവം ഒരു കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വഴിയിലൂടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ബ്രദർ സുരേഷ് ബാബു പറയുന്ന പോലെ നമുക്കറിയാം, ട്രെയിൻ ഓടുന്നത് സ്തോത്രം ട്രാക്കിലൂടെയാണ്. ഹല്ലേലൂയ. ട്രെയിൻ ഓടുന്ന ട്രാക്കിലൂടെയാണ്. നമുക്ക് ട്രാക്കിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വളയ്ക്കാൻ സാധിക്കത്തില്ല. അതേസമയം ഓട്ടോറിക്ഷ ഓടുന്നത് എങ്ങനെയാണ്, എവിടെ വെച്ചും ഏത് സിഗ്നലിൽ വെച്ചും നമുക്ക് വട്ടം തിരിക്കും. നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഓട്ടോ സ്നേഹിതന്മാർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവം പറയുന്ന പാതയിലൂടെ ഞാനും നിങ്ങളും നടക്കാൻ തയ്യാറാകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ജോലിയുള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം കൊണ്ട് പറയാം. എൻ്റെ ജോലിയിൽ ഒത്തിരി പ്രതിസന്ധികൾ, ഇപ്പോഴും എൻ്റെ ജോലി സ്ഥലത്തൊക്കെ അനേക പ്രതിസന്ധികൾ കടന്നു പോകണേ. പക്ഷേ അവിടെയും നമ്മളെ എന്ത് ചെയ്യണം, ക്ഷേമത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രശ്നങ്ങളില്ലാമല്ല, കഠിനമായ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ചിലപ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് വരും, എവിടെ നിന്നൊക്കെ വരും. പക്ഷെ അതെല്ലാം ദൈവം മാറിപ്പം നമ്മൾ എന്ത് ചെയ്യുക, ശാന്തമായി പ്രാർത്ഥിക്കുക,
ശാന്തമായി പ്രാർത്ഥിക്കും. നമുക്കൊരു പേഴ്സണലായിട്ടൊരു പ്രെയർ അപ്പനായിട്ട് വേണം. ഇങ്ങനെയുള്ള പ്രെയർ മീറ്റിംഗ് വേണം തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരി നാമും അപ്പനുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ പ്രിയമുള്ളവരെ, മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ആമേൻ. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധൈര്യപ്പെടണം. യഹോവ ഇരേ, യഹോവ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് റോയ് ഹെൻറി പാസ്റ്ററുടെ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരപ്പച്ചൻ സൗദിയുടെ ദേശങ്ങളിലായിരുന്നു. 10-15 കൊല്ലമായിട്ട് ആ അപ്പച്ചന് അക്കാമ എന്ന് പറഞ്ഞ എന്തോ വിസയുടെ സംഭവം. ഞാൻ US മാത്രം ഔട്ട് സൈഡ് പോലും വേറെ ഒരു രാജ്യത്ത് ഞാൻ പോയിട്ടില്ല. ആമീൻ. അങ്ങനെ അക്കാമ ഇല്ല, അക്കാമ ആരോ പിടിച്ചു വെച്ചേക്ക് അങ്ങനെ ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക്. 15 കൊല്ലമായിട്ട് പുള്ളിക്ക് ആ അപ്പച്ചന് പൈസയും കൊടുക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടാൻ എന്നെ പാട്ട് പാടാൻ ഏൽപ്പിച്ചാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് വചനം പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വചനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും എനിക്ക് ജോലി കിട്ടിയ നാൾ മുതൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം പ്രിയമുള്ളവരെ? എല്ലാ ദിവസവും സദൃശവാക്യം വായിക്കും. ആമീൻ. ഇന്ന് രാവിലെ ഞാൻ സദൃശവാക്യം വായിച്ചു. ഇന്ന് എനിക്ക് ജോലിയില്ല, ജോലി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ എല്ലാ ദിവസവും ഞാൻ സദൃശവാക്യം വായിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സദൃശവാക്യം വായിക്കുന്നത്? ജ്ഞാനികളിൽ ജ്ഞാനിയല്ല, ആമീൻ. ശലോമോൻ എഴുതിയ സദൃശവാക്യം. ഏത് ബുദ്ധിയില്ലാത്തതിനും ബുദ്ധി കൊടുക്കണം. ഞാൻ ഇത്തിരി ബുദ്ധിമാനൊന്നുമല്ല, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഏത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചില സമയത്ത് തല പുകയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതുവരെ ചിന്തിക്കാത്ത ചിന്തകളൊക്കെ ദൈവം നമ്മുടെ ചിന്തകളിലിട്ട് വരും. പ്രൈസ് ലോർഡ്. നമ്മുടെ ജോലി സ്ഥലത്ത് ആരൊക്കെ നമ്മെ നിന്ദിച്ചാലും, ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും, മാനേജറൊക്കെ നമ്മളോട് പറയും ആമേൻ സ്തോത്രം, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ മാറ്റി നിർത്തും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമുള്ളവർ. നിന്ദിച്ചൊരു മുമ്പിൽ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയും, നിന്ദിച്ചൊരു മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ചാർച്ചക്കാരും ബന്ധുക്കാരും നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹമുണ്ട് കേട്ടോ. ഈ ദൈവം ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ റോയ് ഹെൻറി പാസ്റ്ററുടെ അടുത്ത് വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ജോലി സ്ഥലത്ത് എത്ര പ്രശ്നങ്ങളാണ്, പ്രതിസന്ധി, നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുത്താൽ ഇന്ന് മുതൽ ഈ സദൃശ്യമൊക്കെ എല്ലാ ദിവസവും വായിക്കാൻ ഇടയായിരിക്കും. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചോ, ബാക്കിയൊക്കെ ബൈബിളിലെല്ലാം വായിക്കുന്ന നല്ലതന്നെ. പക്ഷേ സദൃശ്യമൊക്കെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ സ്വർഗം വിശ്വസ്തന. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ജ്ഞാനികളിൽ ഞാനിങ്ങനെ ഓർക്കും, ഞാനിത് കേട്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൻറ്റി പ്രസംഗിച്ചതാണ്. അന്ന് പോലെ ഞാനും ഇത് ഏറ്റെടുത്തു. ആമീൻ. അങ്ങനെ കേൾക്കണോ? പിന്നെ ഞാൻ പ്രെയർ മീറ്റിംഗ് പാട്ടും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്ക് ജോലിയുണ്ട്. ഞാൻ കുറച്ച് അന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ 30 മിനിറ്റ് അവധി എടുത്തിട്ടാണ് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ വൈഫ് എൽദോസ് എന്ന് പറഞ്ഞ എൻ്റെ സഹോദരൻ്റെ വൈഫ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അന്ന് പറഞ്ഞ ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു എന്ന് കേൾക്കാനിട വന്നു. പുള്ളിക്ക് 15 കൊല്ലം പുള്ളി ഇതുപോലെ ചെയ്തു. 2 ആഴ്ച ശേഷം പുള്ളിക്ക് ഇത്ര നാളും ഉള്ള സാലറിയും അക്കാമയും കിട്ടി. പുള്ളിക്ക് നാട്ടിലേക്ക് പോകാൻ പുള്ളിക്ക് വിസയും കൊടുത്ത് ആ അപ്പച്ചൻ നാട്ടിൽ വരാൻ ഇടവന്നു. ആ റോയ് ഹെൻറി പാസ്റ്റർ മീറ്റിങ്ങിലൂടെ സാക്ഷ്യം പറയാൻ ഇടവന്നു. ഞാൻ പിന്നത്തേതിൽ ഞാനിത് കേൾക്കാനോട് എനിക്ക് ഒത്തിരി സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന ഒരു വാക്ക് ആമേൻ സ്തോത്രം, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ദൈവം എത്ര സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നടച്ചേ. ഞാൻ എൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്. പ്രൈസ് സമയത്തിൻ്റെ പരിധികളുണ്ടല്ലോ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ആമേൻ സ്തോത്രം എത്ര പറഞ്ഞാലും അധികമാകത്തില്ല കേട്ടോ. എത്ര പറഞ്ഞാലും അധികമാകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു വാക്കാണ്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളിൽ നടച്ചേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പാട്ടിൻ്റെ ഇരളിൽ നിന്ന് പാടാൻ സാധിക്കുമോ? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണേ. ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണേ. ഞങ്ങളിതുവരെ എത്തുവാ യേശുവേ നീ മാത്രം എൻ ദൈവമേ. ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, ഞങ്ങളുടെ കഴിവല്ലപ്പാ, ഞങ്ങളുടെ കഴിവല്ലപ്പാ, നിന്റെ കൃപയാണപ്പാ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കൃപയാണപ്പാ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ലപ്പാ. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുന്ന ഓരോ ദിവസവും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അപ്പാ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ നോക്കുകയല്ല ചെയ്യേണ്ടപ്പാ. രാത്രികാലം പ്രീസ്ലോ ഹല്ലേലൂയ നല്ല ഉറക്കം നൽകി നാം ഉറങ്ങിയപ്പോൾ ഉറങ്ങാതെ തൻ്റെ
കാവൽക്കാരെ ദൂതനിൽ കാവൽ നിർത്തി പരിപാലിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ഹാലിൽ നമ്മളൊന്നും മറന്നു പോരുത്. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, നമ്മളെക്കാൾ ആമൻ കഴിവുള്ളവരൊക്കെ ഈ ലോകത്തുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, എന്നെയും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെയും നിങ്ങൾ നിലനിർത്തിയ ഒരു ദൈവസ്നേഹമുണ്ട് എന്ന് പറഞ്ഞേ. എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞേ. അപ്പാ ഹാലുലു എന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഹാലുലു, ആ സ്തോത്രം, സ്തോത്രം. ഒരു പക്ഷേ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ പാപ സ്വഭാവങ്ങളായിരിക്കാം, ചീത്ത ചിന്തകളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവെ, നീ ഇന്ന് എടുത്തു മാറ്റുമെന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം ഞാൻ നാളുകളായി ശ്രമിക്കുന്നുണ്ടപ്പാ. ഒരു പക്ഷേ കുറ്റം പറയുന്ന ആമേ സ്തോത്ര സ്വഭാവങ്ങളായിരിക്കാം, ഹാലുലിയസ്, എന്തെങ്കിലും അഡീഷൻസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ ക്ഷമിക്കാനായിട്ടൊരു മനസ്സില്ലാത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ഈ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ചല്ലോ അപ്പാ. ദൈവം അമ്മയെ എന്നെയും ബലപ്പെടുത്തില്ലോ യേശോപ്പച്ച. കർത്താവെ, വിശേഷ കർത്താവെ, ക്രിസ്തുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. മകളെ നീ അങ്ങ് മാനിക്കണമേ, സഹായിക്കണമേ. ദൈവമേ, രാത്രിയുടെ യാമങ്ങളിലുള്ള ഈ പ്രാർത്ഥന ദൈവം സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീർക്കണമേ. തൻ്റെ ജീവിതത്തിലെല്ലാ കർത്താവെ സ്തോത്രം, എല്ലാത്തിനും പരിഹാരകനായ കർത്താവെ, നീ എല്ലാത്തിനും പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദാനമായി കൊടുത്ത് 2 മക്കളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ പറയുന്ന പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നു യേശോപ്പച്ച. ഇവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം ഞങ്ങൾ ഇത്രത്തോളം ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി നന്ദി കരയറ്റുന്നു യേശോപ്പച്ച. ഒരിക്കൽ കൂടി എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവും നാം ചൊല്ലി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും ഒരു അനുഗ്രഹമാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. മനമഹത്വം എല്ലാം അങ്ങയ്ക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ, 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 സ്തോത്രം. ഇങ്ങനെ ഒരിക്കൽ ഒരു പ്രാവശ്യം അവസരം ഒരുക്കി തന്ന ക്രിസ്തുവിനോടും ആമേൻ, സ്തോത്രം. ഇതിലുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹത്തെയും നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജോബി മോൾ, എൻ്റെ മൂത്ത മോളുടെ പേര് നേഹൽ, 2ാമത്തെ മോനാണ് ബെന്നിച്ചൻ, 3ാമത്തെ മോനാണ് സാമുവൽ. അവർ ആമേൻ, സ്തോത്രം 9ലും 6ലും 3ലും പഠിക്കുന്നു. പ്രീസ് നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറനാഥ, താങ്ക് യു.